ഹസ്രത് ഗഞ്ച് സ്റ്റേഷനിൽ ഇന്ന് രവി തന്റെ കൂലി ജോലി ആരംഭിച്ചു. നീ ഇവിടെ പുതിയതായിട്ട് വന്നതാണ്, അതുകൊണ്ട് ഞാൻ പറയാണേ, രാത്രി 11:50 അവസാനത്തെ ട്രെയിൻ വരും. അതിനുശേഷം നീ ഈ സ്റ്റേഷനിൽ നിൽക്കുന്നത് നിനക്ക് വളരെ ആപത്താണ്. അതുകൊണ്ട് രാത്രി 11:50 ട്രെയിന് ശേഷം നീ ഇവിടുന്ന് പോയിക്കൊള്ളണം. ശരി ചേട്ടാ. കുമാർ പറഞ്ഞത് രവി വളരെ വലുതായി ശ്രദ്ധിച്ചില്ല. അന്ന് രവിയുടെ ജോലിയുടെ ആദ്യത്തെ ദിവസമാണ്. ഏതെങ്കിലും ഒരു ട്രെയിൻ വന്ന് നിന്നാൽ ഉടനെ അവൻ ഓടിച്ചെല്ലും. യാത്രക്കാരുടെ ലഗേജ് തലയിൽ പൊക്കിയെടുക്കും, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങും. വൈകുന്നേരം വരെ എല്ലാം നല്ലതായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവന് നല്ല കുറുക്ക് വേദന തോന്നി. ഇത്രയും വെയിറ്റ് തൂക്കിയിട്ട് എനിക്ക് വല്ലാതെ പുറം വേദനിക്കുന്നുണ്ടല്ലോ. അതൊന്നല്ല, ഇത് ആദ്യത്തെ ദിവസമല്ലേ, പിന്നെ ശരിയായിക്കോളും. ഒരു കാര്യം ചെയ്, വെയിറ്റിംഗ് റൂമിൽ പോയിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ. പിന്നെ നിനക്ക് കുഴപ്പമുണ്ടാവില്ല. എങ്ങനെയും ഇനി 1 മണിക്കൂറിന് വണ്ടി വരാൻ പോകുന്നില്ല. ശരി ചേട്ടാ. കുമാർ ഒരു പഴയ ജോലിക്കാരനാണ്. അവന് റെയിൽ വണ്ടികളെ കുറിച്ച് നന്നായി അറിയാം. അതുകൊണ്ട് രവി അവൻ പറഞ്ഞത് കേട്ടു. ഉടനെ അവൻ വെയിറ്റിംഗ് റൂമിലേക്ക് പോയി. ആ സ്റ്റേഷൻ ഒരുപാട് സമയം വരെ ഗാലിയായിരുന്നു. അതുകാരണം രവി അവിടെ തന്നെ ഉറങ്ങിപ്പോയി. മണിക്കൂറുകൾ കടന്നുപോയി. രവി കൺമിഴിച്ചു നോക്കിയപ്പോൾ ഘടികാരത്തിൽ സമയം അപ്പോൾ 11:50. അപ്പോഴാണ് അവസാനത്തെ ട്രെയിൻ അവന്റെ മുൻപിൽ കൂടെ പോയത്. സ്റ്റേഷൻ മൊത്തം ഗാലിയായി ആരുമില്ലാതെ കാണപ്പെട്ടു. എന്റെ അമ്മു, ഞാൻ കിടന്ന് കുറെ നേരമായല്ലോ. ഇവിടെയുള്ള അവസാനത്തെ ട്രെയിനും പോയി. ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? വീട്ടിലേക്ക് പോവാം. രവി സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവന് ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടു. ഇപ്പൊ എന്താ ഒരു പുതിയ ട്രെയിൻ വരുന്നുണ്ടല്ലോ? കുമാരൻ ചേട്ടൻ പറഞ്ഞതല്ലേ 11:50 അവസാനത്തെ ട്രെയിൻ ഉള്ളതെന്ന്? രവി ആ ശബ്ദം കേട്ട് മുൻപിലേക്ക് നടന്നു. അത് ഏത് ട്രെയിനാണെന്ന് നോക്കാനായി. അപ്പോഴാണ് അവൻ കണ്ടത് അതൊരു ഗുഡ്സ് വണ്ടിയാണ്. ഇത് ഗൂഡ്സ് വണ്ടിയാണല്ലോ. ഇതെന്തിനാ സ്റ്റേഷനിലൊന്ന് നിൽക്കുന്നത്? രവി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആ വണ്ടിയുടെ കതകു തുറന്നു. പക്ഷേ പുറത്തേക്ക് ആരും തന്നെ വന്നില്ല. രവി കുറച്ചു സമയം അവിടെ തന്നെ നിന്നു. പിന്നീട് പ്ലാറ്റ്ഫോമിൽ അവൻ നടന്നുപോയി. അവൻ തൊട്ടടുത്ത കതകിനടുത്ത് പോയി നിന്നു. ഉടനെ ആ കതകും തുറന്നു. ഇപ്പൊ ഇതെന്തിനാ തുറക്കുന്നത്? രവി ആ കതകിലും തന്റെ ശ്രദ്ധ ചെലുത്തിയില്ല. അവൻ വീണ്ടും മുൻപിലേക്ക് നടന്നു. കുറെ ദൂരം ചെന്നതിനു ശേഷം 3ാമത്തെ കതകും തുറന്നു. തുടർന്ന് 4ാമത്തെ കതകും. ഇപ്പോൾ രവി പേടിക്കാൻ തുടങ്ങി. അപ്പോൾ അവനൊന്നും മനസ്സിലായില്ല, ഈ ഗുഡ്സ് വണ്ടിയുടെ കതകുകൾ എന്തിനാണ് തുറക്കുന്നതെന്ന്. പിന്നെ അടുത്ത വണ്ടിയുടെ കതകു തുറന്നതും അവൻ അകത്തേക്ക് എത്തി നോക്കാനായി ശ്രമിച്ചു. അതിനകത്ത് നല്ല ഇരുട്ടായിരുന്നു. രവി അതിനകത്തേക്ക് എത്തി നോക്കിയ അടുത്ത നിമിഷം തന്നെ അവനെ ആരോ വണ്ടിയുടെ അകത്തു നിന്നും അകത്തേക്ക് വലിച്ചു. രവി വളരെ പേടിച്ചിരുന്നു. അവന്റെ കണ്ണുകൾക്ക് ഒന്നും കാണാൻ പറ്റിയില്ല. ആ റെയിൽപട്ടി നല്ല ഇരുട്ടായിരുന്നു. ആരാണത്? ഇവിടെ ആരാ ഉള്ളത്? പെട്ടെന്ന് ആ റെയിൽപെട്ടിയുടെ അകത്ത് വെളിച്ചം വന്നു. പിന്നെ രവിയുടെ കണ്ണുകളിൽ ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നത് കണ്ടു. ആ പെണ്ണിന്റെ മുഖം അവളുടെ മുടി കൊണ്ട് മറയ്ക്കപ്പെട്ടിരുന്നു. ആരാണ് നീ? ആ പെൺകുട്ടി ഒരു പ്രേതത്തിനെ പോലെ ചിരിക്കാൻ തുടങ്ങി. രവി പേടിച്ചുപോയി. അവൻ അവിടെയും ഇവിടെയും ഓടാൻ തുടങ്ങി. പിന്നീട് അവൻ ചെന്ന് ആരുടെ മേലിലോ ഇടിച്ചു. ഉടനെ അവിടെ തന്നെ വീണുപോയി. അവന്റെ മുൻപിലായി ഒരു വലിയ തല വെട്ടപ്പെട്ട ഒരു പ്രേതം നിൽപ്പുണ്ടായിരുന്നു. രക്ഷിക്കൂ, രക്ഷിക്കൂ, രക്ഷിക്കൂ! രവി ആ റെയിൽപെട്ടിയിൽ നിന്നും പുറത്തേക്ക് വരാനായി ചാടാനായി ശ്രമിച്ചു. ആ പെണ്ണിന്റെ പ്രേതം അവന്റെ കാലുകളിൽ പിടിച്ച് അവനെ അകത്തേക്ക് വലിച്ചു. ഈ ഗുഡ്സ് റെയിൽ വണ്ടിക്കകത്ത് വരാൻ നിനക്ക് അനുവാദമുണ്ട്, തിരിച്ചു പോകാൻ അനുവാദമില്ല. എന്നെ വിട്ടേക്ക്. ഞാൻ നിനക്ക് എന്ത് പാവാ ചെയ്തത്? എന്നെ വിട്ടേക്ക്. അപ്പോഴാണ് രവിയുടെ മുൻപിൽ മറ്റൊരു പ്രേതം വന്നത്. വയസ്സായ പ്രേതം. നീ ഒരു പാവം ചെയ്തിട്ടില്ല, പക്ഷേ നീ ഒരു വലിയ തെറ്റാണ് ചെയ്തത്. നീ ഈ ഗൂഡ്സ് വണ്ടിയിൽ വരാൻ പാടില്ലായിരുന്നു. ഇത് ഞങ്ങളുടെ ഗൂഡ്സ് വണ്ടിയാണ്, പ്രേതങ്ങളുടെ ഗൂഡ്സ് വണ്ടി. രവിയുടെ മുൻപിലുണ്ടായിരുന്ന ആ എല്ലാ പ്രേതങ്ങളും ഒന്നിച്ചുകൂടി ചിരിക്കാൻ തുടങ്ങി. എന്നെ വിട്ടേക്ക്, എന്നെ പോകാൻ വിടൂ. ആ വലിയ തലവെട്ടപ്പെട്ട പ്രേതം രവിയെ കാറ്റിൽ പൊക്കിയെടുത്തു. എന്നിട്ട് ശബ്ദത്തോടെ അവന്റെ മുതുകെലുമ്പ് പൊട്ടിച്ചു. രവി അവിടെ തന്നെ മരിച്ചുപോയി.
കുറച്ചു സമയത്തിനകം തന്നെ രവിയുടെ ആത്മാവ് രവിയുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. ഞങ്ങളുടെ ലോകത്തിലേക്ക് നിന്നെ വരവേൽക്കുന്നു. ഇപ്പോൾ രവിയും ഒരു പ്രേതമായി മാറി ആ ഗുഡ്സ് റെയിലിൽ താമസിച്ചു കൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെയായി. പിന്നെ കുമാർ രവിയെ തേടി വന്നു. ചേട്ടാ, നിങ്ങൾ എവിടെയെങ്കിലും രവിനെ കണ്ടിരുന്നോ? ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നു അവൻ ഇന്ന് ജോലിക്ക് വന്നിട്ടില്ല എന്ന്. ഇന്നലെ തന്നെ അവന് പുറം വേദനിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും വരാത്തത്. ശരി, അത് പോട്ടെ. കുമാർ എപ്പോഴും പോലെ തന്റെ ജോലി ചെയ്യാൻ തുടങ്ങി. വണ്ടികൾ വന്നുകൊണ്ടേയിരുന്നു. പിന്നെ അവൻ യാത്രക്കാരുടെ ലഗേജ് ചുമന്ന് കാശ് വാങ്ങിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. പക്ഷേ കുമാർ രവിയെ കണ്ടതേയില്ല. പെട്ടെന്ന് ഈ രവി എവിടെയാ പോയത്? ഒരു പക്ഷേ അവന് ഈ ജോലി ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും പോയിട്ടുണ്ടാവുക. വീണ്ടും കുറച്ചു ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. പിന്നെ ഒരു ദിവസം രാത്രി സ്റ്റേഷനിൽ ലേറ്റായി പോയി. അവൻ ഘടികാരം നോക്കി. അതിൽ 11:50 ആ സ്റ്റേഷൻ മുഴുവൻ കാലിയായിരുന്നു. ആദ്യം ഞാൻ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. കുമാർ വളരെ വേഗതയോടെ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറത്തേക്ക് പോയി. അപ്പോൾ പെട്ടെന്ന് അവന് ആ ഗുഡ്സ് വണ്ടിയുടെ ശബ്ദം കേട്ടു. കുമാർ ആ വണ്ടി തിരിഞ്ഞു നോക്കി. പക്ഷെ അവൻ അവിടെ നിന്നില്ല, പോയിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് പുറകിൽ നിന്നും ആരോ അവനെ വിളിച്ചു. കുമാർ ചേട്ടാ! അറിയാവുന്ന ശബ്ദമാണല്ലോ എന്ന് ആലോചിച്ചിട്ട് കുമാർ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. എടാ, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇതൊക്കെ സമയം 11:50. വേഗം ഇവിടുന്ന് പുറപ്പെട്ടോ. ഇവിടെ നിൽക്കുന്നതേ വളരെ ആപത്താണ്. പുറപ്പെട്ടോ. കുമാർ രവിയുടെ കൈ പിടിച്ച് വലിക്കാനായി ശ്രമിച്ചു. രവിയുടെ കൈ മുഴുവൻ ഐസ് കട്ടി പോലെ തണുത്തിട്ടുണ്ടായിരുന്നു. നിന്റെ കൈ എന്താ ഇത്ര തണുപ്പായിട്ടുള്ളത്? കുമാർ അവനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് രവിയുടെ ശരീരം മൊത്തം രക്തക്കറ പുരണ്ടിരുന്നു. പിന്നെ അവന്റെ കണ്ണുകൾ ചുവന്നു തുടിച്ചു. രവി ഒരു പ്രേതമായി മാറി. പിന്നെ രവി കുമാറിന്റെ കൈയിലേക്ക് പിടിച്ചു. കുമാർ ഓടാനായി അവിടെ നിന്നും ശ്രമിച്ചു. എന്നെ വിട്ടേക്ക് രവി! രവിയുടെ പ്രേതം കുമാറിന്റെ കാലുകളിലേക്ക് പിടിച്ച് അവനെ ആ റെയിലിനകത്തേക്ക് കൊണ്ടുപോയി. ആ ഗുഡ്സ് റെയിൽ ബോഗിയുടെ അകത്ത് പെട്ടെന്ന് വെളിച്ചം വരാൻ തുടങ്ങി. പിന്നെ കുമാറിന്റെ മുൻപിലായി ഓരോരുത്തരായി ഒരുപാട് പ്രേതങ്ങൾ വരാൻ തുടങ്ങി. രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, രക്ഷിക്കൂ! ചേട്ടനെ രക്ഷിക്കാൻ ആരും വരില്ല. തലവെട്ടപ്പെട്ട പ്രേതം കുമാറിന്റെ കഴുത്തിലേക്ക് പിടിച്ചു. കുമാറിന്റെ കണ്ണുകളിൽ പേടിയുണ്ടായിരുന്നു. ആ തലവെട്ടപ്പെട്ട പ്രേതം അവന്റെ തല കഴുത്തിൽ നിന്നും പറിച്ചു മാറ്റി. അങ്ങനെ കുമാറിന്റെ ആത്മാവും ആ ഗുഡ്സ് റെയിൽ വണ്ടിക്കകത്ത് തടയപ്പെട്ടു. ഞങ്ങളുടെ ഈ ലോകത്തിലേക്ക് നിന്നെ വരവേൽക്കുന്നു. കുമാറും മരിച്ചുപോയി. പ്രേതങ്ങളുടെ ആ ഗുഡ്സ് റെയിൽ വണ്ടിയിൽ തടവുകാരനായി. അടുത്തത് ഈ പ്രേതങ്ങളുടെ റെയിൽ വണ്ടി ആരുടെ ജീവൻ എടുക്കാൻ പോകുന്നെന്നറിയില്ല. ദിവസവും സമയം 11:50 ഈ പ്രേതങ്ങളുടെ ഗുഡ്സ് റെയിൽ വണ്ടി ഹസർജംഗ് സ്റ്റേഷനിൽ നിൽക്കും. അത് തന്റെ അടുത്ത ബലിയെ തേടി നിൽക്കുകയാണ്.